ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കോട്ട് സെറ്റാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത് 4 മീറ്റർ വരുന്ന ഫാബ്രിക് ഉണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ബോട്ടം കട്ട് ചെയ്യാം. ഒരു സെമി പലാസോ പാൻ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ ക്ലോത്ത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 38 ഇഞ്ചസിലാണ് പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ 12 ഇഞ്ച് തന്നെ താഴോട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ക്രോച്ചിൻ്റെ വിട്ടെന്ന് പറയുന്നത് 40 ഇഞ്ചസാണ് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 12 ഇഞ്ചും അവിടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബെൽറ്റ് കൊടുക്കുന്നതിനായിട്ട് 2 ഇഞ്ച് കൂടെ ഒന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കർവ് കൊടുക്കുന്നതിനായിട്ട് 12 ഇഞ്ചിൻ്റെ ഭാഗത്ത് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് 14 ഇഞ്ചിൽ നിന്ന് ഒന്ന് കർവ് വരച്ചു കൊടുക്കുന്നുണ്ട്. ബോട്ടം ഭാഗത്തെ വിട്ട് എന്ന് പറയുന്നത് ഞാൻ 10 ഇഞ്ചസാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ്റെ നേരത്തെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് ഉള്ളിലേക്കായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഴയ പോലെ തന്നെ കർവ് വരച്ചു കൊടുക്കുക. ആൻഡ് താഴ്ഭാഗത്തും ഇതുപോലെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബെൽറ്റിൻ്റെ ഭാഗത്തും 2 ഇഞ്ച് താഴേക്കായിട്ടൊന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് വെട്ടിയെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിന് ആവശ്യമായിട്ടുള്ള ലൂസ് കിട്ടുകയും ചെയ്യും. ഫ്രണ്ട് പോർഷൻ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ബോട്ടം പാർട്ടിൻ്റെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ചെയ്യാം. ക്ലോത്ത് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചസിലാണ്. ആം ഹോളും 6 ഇഞ്ചസിലാണ് എടുക്കുന്നത്. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 46 ഇഞ്ചസാണ്. സീം അലവൻസോട് ചേർത്ത് 48 ഇഞ്ചസാണ് വേണ്ടത്. എന്നാൽ ക്ലോത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 46 ഉള്ളൂ. അതുകൊണ്ട് 2 ഇഞ്ചിലെ കട്ടിങ് ഞാൻ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ കർവ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചസാണ്. ചെസ്റ്റ് റൗണ്ട് 12 ഇഞ്ചസും ഷേപ്പ് ഒരു 11 ഇഞ്ചസും കൊടുക്കുന്നുണ്ട്. എ ലൈൻ രീതിയിലാണ് ടോപ്പ് ചെയ്യുന്നത്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴ്ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു 1 ഇഞ്ച് മുകളിലേക്കായിട്ട് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സൈഡിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ആ എ ലൈനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. 4 ഇഞ്ച് വിട്ടിലും 4 ഇഞ്ച് ലെങ്ത്തിലും റൗണ്ട് നെക്ക് ചെയ്യുന്നു. ഫ്രണ്ടിൽ വി നെക്കാണ് കൊടുക്കുന്നത്. 4 ഇഞ്ച് വിട്ടാണ്ട് 7 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. സ്ലീവ് ചെയ്യുന്നത് 3/4 സ്ലീവാണ്. ഒരു 16 ഇഞ്ച് ലെങ്തിലാണ് സ്ലീവ് ചെയ്തെടുക്കുന്നത്. കട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ബോട്ടം തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ബോട്ടത്തിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 9 ഇഞ്ചസിൽ വിട്ടിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പാൻറ്റിന് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 16 ഇഞ്ചസാണ്. അതിൽ നിന്നൊരു 2 ഇഞ്ച് കുറച്ച് 14 ഇഞ്ചിൽ ഞാൻ ഇലാസ്റ്റിക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ബോട്ടം പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ടോപ്പ് ചെയ്തെടുക്കാം. ഓൾറെഡി പറഞ്ഞായിരുന്നു ടോപ്പിൻ്റെ ലെങ്തിൽ ഒരു 2 ഇഞ്ച് കുറവുണ്ട്. അതുകൊണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ടൊരു കട്ടിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം ഷോൾഡറിൻ്റെ ലെങ്തും ആം ഹോളിൻ്റെ ലെങ്തും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആം ഹോളും ഷോൾഡറും നമ്മൾ 6 ഇഞ്ചസ് ആക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിലെ വി നെക്കിൻ്റെ ലെങ്ത് 7 ഇഞ്ചസും വിട്ട് 3.5 ഇഞ്ചസാണ് കിടക്കുന്നത്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് 4 ഇഞ്ച് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3.5 ഇഞ്ചസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് നെക്ക് റൗണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നെക്കിൻ്റെ പോർഷനിലൊന്ന് നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് പതിപ്പിച്ചടിക്കുക. ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ബാക്ക് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ട് പോർഷൻ ചെയ്യാം. ഫ്രണ്ടിലെ വീനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷോൾഡറും ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് ആം ഹോളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഷേപ്പ് ചെയ്യണം.
ചെസ്റ്റ് റൗണ്ട് ഞാനൊരു 20 ഇഞ്ചസാണ് എടുക്കുന്നത്. ഷേപ്പ് 70 ഇഞ്ചസുമാണ് എടുക്കുന്നത്. ടോപ്പിന് ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുർത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു നോക്കാം.